ഹലോ ഗായ്സ്, ഞാൻ വീണ്ടും വന്നു നിങ്ങളെ ശല്യപ്പെടുത്താനായിട്ട്. അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് നമ്മുടെ മൈൻക്രാഫ്റ്റ് ലെറ്റ് പ്ലേ സീരീസിൻ്റെ എപ്പിസോഡ് നമ്പർ 5 ആയിട്ടാണ്. പിന്നെ മുന്നത്തെ എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് പോയി കണ്ടാലും മതി. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്തിനാണ് ചെയ്യാൻ പോണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ താഴെ നമ്മുടെ കുറച്ച് ഫുഡ് ഫാം കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് ഈ വീട്ടിൽ നിന്ന് ചുമ്മാ ഇറങ്ങിപ്പോയി അവിടെ നിന്ന് ഹാർവെസ്റ്റ് ചെയ്ത് വീണ്ടും ക്രോപ്പ് ചെയ്ത് എങ്ങനെ ചെയ്യാൻ എനിക്കൊരു ചെറിയ മടി. അതുകൊണ്ട് ഞാൻ ഇന്ന് ചെയ്യാൻ പോണത് ഒരു ഓട്ടോമാറ്റിക് ഫുഡ് ഫാമാണ്. അപ്പോൾ നമുക്ക് നേരെ ഗെയിം പ്ലേയിലോട്ട് പോവാം. ഇതിൽ കോളൊന്നുമില്ല, നമ്മുടെ ഓക്ക്വുഡ് കരിച്ച് ചാർക്കോളാക്കാനായിട്ട്. സോ ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട് ഇവിടെ വെള്ളത്തിൻ്റെ ഇടയിൽ ഏതോ ഒരു സംഭവം ഇങ്ങനെ നമുക്ക് എടുത്തിട്ട് അത് വെച്ച് കത്തിച്ച് നമുക്കത് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാറ്. സോ അതൊന്ന് ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. അങ്ങനെ ഞാൻ കടലിൻ്റെ നടുക്ക് പോയി കുറച്ച് ഇത് ഗ്യാദർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പറഞ്ഞു കേട്ടത്തിനോട് ഇതാണെന്നാണ് എൻ്റെ വിശ്വാസം. ട്രേഡറെ, നീ എൻ്റെ ഫാം നശിപ്പിച്ചാൽ നിന്നെ ഞാൻ വെട്ടിക്കൊല്ലുവേ. മൈൻക്രാഫ്റ്റിന് മുന്നിൽ ഞാൻ വീണ്ടും പറ്റിക്കപ്പെട്ടു. കെൽപ്പ് വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പം ഞാൻ വേറെ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ച് അതിന് കരിച്ചിട്ട് കോളൊക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാവേ. എൻ്റെ തലയിൽ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ്. നമ്മുടെ കോള് അവിടെ ഇരുന്ന് ഉണ്ടാവുന്നതേ ഉള്ളൂ. അന്നേരം കൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഒരു ജോലിയും കൂടെ ആഡ് ചെയ്യാം. നമ്മുടെ മൈനിങ് ഏരിയ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ മൈനിങ് ഏരിയ ഇതിന് വെട്ടി -59 വരെ അങ്ങ് കൊണ്ടുപോവാം. അപ്പം അങ്ങനെയെങ്കിൽ എനിക്ക് അടുത്ത എപ്പിസോഡിൽ ഡയമണ്ട് കണ്ടുപിടിച്ച് തുടങ്ങാമല്ലോ. അന്നേരം മൈനിങ്ങിന് പോയപ്പോൾ കിട്ടിയ 2 ഡയമണ്ട് അല്ലാതെ പിന്നെ വേറൊരു ഡയമണ്ടും എനിക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് വീണ്ടും നമ്മുടെ റിസോഴ്സ് ഗ്യാതറിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. നമ്മുടെ ഓട്ടോമാറ്റിക് ഫുഡ് ഫാം ചെയ്യാനായിട്ട് കുറച്ചധികം പ്രോഗ്രസ് ഇവിടെ ചെയ്തായിരുന്നു. വീടിൻ്റെ നടയിൽ തന്നെ കടൽ ഇഷ്ടംപോലെ കിടക്കുന്നത് കൊണ്ട് ഞാൻ കടലിൻ്റെ നടുക്ക് തന്നെ ആ ഫാം അങ്ങ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഓരോരോ കാര്യമായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഇപ്പം ഞാൻ ഒരുപാട് പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒരുപാട് ക്യാരറ്റ് നട്ടു വെച്ചിട്ടുണ്ട്. വില്ലേജിൽ നിന്ന് അടിച്ചു മാറ്റിയ ക്യാരറ്റാണ്. ഇനി നമുക്ക് വില്ലേജിൽ നിന്ന് കുറച്ച് വില്ലേജേഴ്സിനെയും കൂടെ അടിച്ചു മാറ്റി ഇവിടെ കൊണ്ടുവന്നിടണം. അങ്ങനെ ഞാനിവിടെ എൻ്റെ ഓട്ടോമാറ്റിക് ഫുഡ് ഫാം ഉണ്ടാക്കി കഴിഞ്ഞു. ഫുൾ പ്രോഗ്രസ്സും കഴിഞ്ഞിട്ടുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ബേസിക്കലി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു സെക്കൻഡ്. ഇവിടെ ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും 2 വില്ലേജേഴ്സ് ഇവിടെ ഇപ്പോൾ ഈ ഫാം ലാൻഡിൻ്റെ അടുത്തുണ്ട്. ഒരു വില്ലേജർ അതിൻ്റെ അപ്പുറത്ത് നിൽപ്പുണ്ട്. ഈ ഫാം ചെയ്യുന്ന വില്ലേജേഴ്സ് അവിടെ നിന്ന് ഈ ക്യാരറ്റ് ഫാം ചെയ്തിട്ട് ഈ പുറത്തേക്കുന്ന വില്ലേജറില്ലേ പുള്ളിക്ക് എറിഞ്ഞു കൊടുക്കാൻ നോക്കും. അപ്പോൾ ഞാനവിടെ ഹോപ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ ഈ എറിഞ്ഞു കൊടുക്കുന്ന ക്യാരറ്റ് ആ ഹോപ്പർ ക്യാച്ച് ചെയ്യും. എന്നിട്ട് അത് ആ ചെസ്റ്റിൽ വന്ന് കളക്ട് ചെയ്യപ്പെടും. എൻ്റെ ഈ മാനുവലായിട്ടുള്ള ഫുഡ് ഫാം ഞാൻ ഇവിടെ നിന്ന് മാറ്റിയില്ല. കാരണം ഇൻ കേസ് ആ ഫാം വർക്കായില്ലേ എനിക്കിത് വെച്ച് വേണം കഞ്ഞി കുടിക്കാൻ.
ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വളരെ ചെറുതാണ് എന്ന് എനിക്കറിയാം. വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് എനിക്ക് ചെറുതായിട്ടൊന്ന് വയ്യാതിരിക്കുക. അതുകൊണ്ടാണ് എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്തിയ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ.